നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട വിവരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തുവരികയാണ്. നമുക്ക് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരായും അവിടുത്തെ നാട്ടുകാരുമായും ഒക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ചില നിർണായക വിവരങ്ങളാണ്. അഫ്വാന്റെ മൊഴിയിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും കൃത്യമായി അന്ന് എന്താണ് നടന്നതെന്ന് വിവരിക്കുകയാണ് അഫ്വാൻ. എന്നാൽ ബോധത്തോടുകൂടിയുള്ള അല്ലെങ്കിൽ സ്വബോധം അത്രയും ഇല്ലാത്ത ആശുപത്രിയിൽ കഴിയുന്ന ഈ അഫ്വാന്റെ ഉമ്മയാണ് പല സത്യങ്ങളും മറച്ചുപിടിക്കുന്നത്. മകനോടുള്ള വാത്സല്യം ആ ഉമ്മയുടെ കണ്ണ് മറയ്ക്കുകയാണ്, മൂടിക്കെട്ടുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. ഒരുപക്ഷെ തന്നോട് മാത്രമായിരിക്കാം അഫ്വാൻ ഇങ്ങനെ ക്രൂരത കാണിച്ചത് എന്നുള്ള ഒരു വിചാരത്തിലായിരിക്കാം ഉമ്മ സത്യങ്ങളൊന്നും തുറന്നു പറയാത്തത് എന്നായിരിക്കും, അല്ലെങ്കിൽ എന്നായിരുന്നു നമ്മൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നത്. പക്ഷേ സത്യം അതല്ല. ആദ്യഘട്ടത്തിൽ ഉമ്മയെ കഴുത്ത് നെരിച്ച് കൊല്ലാൻ ശ്രമിച്ച അഫ്വാൻ ആ മുറി പൂട്ടിയിട്ടതിന് ശേഷം നേരെ പോയത് ഉമ്മുമ്മയുടെ അടുത്താണ്. അവിടെ ഉമ്മുമ്മയുടെ സംസാരവും പറച്ചിലും ഒന്നുമില്ല. നേരെ ഉമ്മുമ്മയുടെ തലക്കടിച്ച് ഉമ്മയുടെ സ്വർണം കവർന്ന മാമാന്റെ വീട്ടിൽ പോവുകയായിരുന്നു. അവിടെ മാമനോട് സംസാരിച്ച ശേഷം മാമന്റെയും തലക്കടിച്ച് ഇത് കണ്ട് ഓടി വന്ന മാമന്റെ ഭാര്യ, അതായത് അച്ഛന്റെ സഹോദരന്റെ ഭാര്യയും തലക്കടിക്കുകയായിരുന്നു. ശേഷം ഈ 3 കൊലപാതകവും നടത്തിയതിനു ശേഷം നേരെ വീണ്ടും അഫ്വാൻ വീട്ടിലേക്ക് വന്ന് അമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ അമ്മ മരിച്ചിട്ടില്ല എന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് അഫ്വാൻ തലക്കടിക്കുന്നത്. എന്നാൽ ഈ തിരിച്ചറിവിന്റെയും ഈ തലക്കടിയുടെയും ഇടയിൽ അഫ്വാൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത്. അമ്മയോട് തന്റെ ഉമ്മുമ്മയും മാമായും മാമാന്റെ ഭാര്യയും ഒക്കെ തന്നെ തലക്കടിച്ച് താൻ കൊന്നു എന്ന് വ്യക്തമായി പറഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആ അമ്മ എത്രത്തോളം ഉൾക്കൊണ്ടെന്നോ അല്ലെങ്കിൽ എത്രത്തോളം അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ആ ഒരു ആഘാതത്തിലായിരിക്കാം അമ്മ അപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും അമ്മ എല്ലാ കാര്യവും അറിഞ്ഞു എന്നാണ് അഫ്വാൻ പറയുന്നത്. തന്റെ 3 കൊലപാതകങ്ങളും അമ്മയോട് പറഞ്ഞിരുന്നു. അനുജനെ കൊന്ന കാര്യം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അനുജനെ ഇങ്ങനെ ചെയ്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കാമുകിയെ വീട്ടിൽ കൊണ്ടുവന്ന കാര്യവും പറഞ്ഞിട്ടില്ല. പക്ഷെ ഉമ്മയോട് മറ്റു 3 കൊലപാതകങ്ങളും നടത്തി ഉമ്മ പടച്ചോനെ എന്ന് വിളിക്കുകയും ചെയ്തു എന്നാണ് അഫ്വാൻ പറയുന്നത്. ആ നിമിഷം തന്നെ അഫ്വാൻ ഈ ഷമീനയുടെ തലക്കടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായ വിവരം. പക്ഷെ അപ്പോഴും ഉമ്മ ഈ ഒരു ഘട്ടത്തിൽ പോലും മകനെതിരെ ഇതുവരെ മൊഴി നൽകിയിട്ടില്ലാത്ത ഒരു ഘട്ടത്തിലൂടെ നടക്കുന്നു. ഇനി അതായത് ഉമ്മയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും പോലീസിന് ഉമ്മയോട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ പോലീസിന് അന്ന് അവിടെ സംഭവിച്ച ഓരോ കാര്യങ്ങളും വിശദീകരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഉമ്മായിക്ക് സത്യം പുറത്തു പറഞ്ഞേ മതിയാവുകയുള്ളൂ. അത് ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള മൊഴിയായിരിക്കും. കാരണം ഇത്രയും കൊലപാതകങ്ങൾ നടന്നിട്ടും ജീവനോടെ ഉള്ളത്, ആയുസിന്റെ ബലത്തിൽ ജീവനോടെ ഉള്ളത് ഈ ഷമീന ഉമ്മ മാത്രമാണ്. ക്യാൻസർ രോഗി കൂടിയാണ് ഈ ഉമ്മ. പക്ഷെ അപ്പോഴും ആയുസിന്റെ ബലമെന്ന് എല്ലാവരും ആവർത്തിച്ച് പറയുകയാണ്. ഇതൊരു 2ാം ജന്മം പോലെ ആവർത്തിക്കുകയാണ്. പക്ഷെ 2ാം ജന്മം അത് മകന്റെ കാലനായി മാറരുത് എന്ന് ആ ഉമ്മ ആഗ്രഹിക്കുമ്പോഴും സത്യം പക്ഷെ പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള ഘട്ടം. എന്നാലും റഹീം ഏതായാലും ഇനി ഗൾഫിലേക്ക് പോകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ ഗൾഫിലെ കടങ്ങളൊക്കെ തന്നെ വീട്ടേണ്ടതുണ്ട്. ഇനി അതിനുള്ള പടി എന്തായിരിക്കും എന്ന ചോദ്യമുണ്ട്. പക്ഷെ അപ്പോഴും ഇനി ഈ ഒരു കേസ് നാളെ നീളെ അങ്ങ് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. കാരണം പലതും പല സ്റ്റേഷനുകളിലാണ്. വെഞ്ഞാറമൂട് സ്റ്റേഷൻ പരിധിയിലും നെടുമങ്ങാട് സ്റ്റേഷൻ പരിധിയിലും ഒക്കെയാണ് വരുന്നത്. ഇത് രണ്ടും ഒരുമിച്ചാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ഡിവൈഎസ്പിയുടെ നിർദ്ദേശാനുസരണം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേക കേസായി ഇത് പഠിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും മറ്റൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് അഫ്വാന്റെ മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന് കൈമാറിയിരിക്കുകയാണ്. മാനസിക നിലയിൽ പ്രശ്നമില്ല എന്ന മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധൻ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ പറയുകയാണ്. കൊലപാതകവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അഫ്വാന്റെ മാനസിക നിലയെ ബാധിച്ചിട്ടില്ല എന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ കണ്ടെത്തൽ. രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ലെങ്കിലും മദ്യമല്ലാതെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഡോക്ടർമാർ അന്വേഷണ സംഘത്തെ അറിയിച്ചത്. സാമ്പത്തികമായി സഹായിക്കാത്ത ഒരു അമ്മാവനോടും പക തോന്നി കൊലപ്പെടുത്താൻ അഫ്വാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും അഫ്വാന് അവസാന നിമിഷം അത് ഒഴിവാക്കുകയായിരുന്നു. മുത്തശ്ശി സൽമാ ബീവി, പിതൃ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ ലത്തീഫിന്റെ ഭാര്യ ഷഹീദ, അതുപോലെ തന്നെ പെൺ സുഹൃത്ത് ഫർസാന, ഇളയ സഹോദരൻ അഫ്വാൻ, മാതാവ് ഷെമി എന്നിവരെ കൊലപ്പെടുത്തിയതിനു ശേഷം തട്ടത്തുമലയിലെത്തി 2 പേരെ കൂടി കൊല്ലാനായിരുന്നു പദ്ധതി. എന്നാൽ അനുജൻ അഫ്വാൻ കൺമുന്നിൽ മരിച്ചതോടുകൂടി എല്ലാ ധൈര്യവും ചോർന്നു എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും തട്ടത്തുമലയിൽ ഒരു കല്യാണ വീടാണെന്നാണ് ലഭിക്കുന്ന വിവരം.
ആ കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായി ഏതായാലും അഫ്വാൻ കഴിയില്ല. കാരണം ചുറ്റുപാടും ആളുകളുണ്ട്, നിരവധി ആളുകളുണ്ട്. അപ്പോൾ അഫ്വാന്റെ കളികളൊക്കെ തന്നെ അവിടെ അവസാനിക്കും. കാരണം ഇതൊരു മോഡ് ഓഫ് ഓപ്പറേറ്റ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിലും മറ്റാളുകളൊന്നും തന്നെ ഇല്ല. ഇതിപ്പോൾ അമ്മുമ്മയുടെ വീട്ടിലായിരുന്നു, ചുറ്റുപാട് വീടുണ്ടെങ്കിൽ പോലും എല്ലാവരും വന്ന് ജോലിക്ക് ഈ ഒരു ദിവസമാണ്, അതായത് ഇന്നൊരു കൃത്യം ഒരാഴ്ച പിന്നിടുകയാണ്. 11 മണിയോട് കൂടിയാവുമ്പോൾ കൃത്യം ആ സമയത്ത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരും ജോലിക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ വേറെ ആരുമില്ല എന്നൊക്കെ തന്നെ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ കൊലപാതകം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഫ്വാൻ വന്ന് ഇത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതിന് ശേഷം മാത്രമാണ് ലോകം അല്ലെങ്കിൽ ഭൂലോകം ഈ കാര്യം തന്നെ പുറം ലോകം അറിയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരും ഇല്ലാത്ത, ചുറ്റും മറ്റാൾക്കാരൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിടങ്ങളിലാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ടത്തുമലയിലത്തെ ഒരു കല്യാണ വീട് കൂടിയാണ്, അവിടെ ആളുകൾ ഉണ്ട് എന്നുള്ള ബോധ്യം പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് ഓടി വന്നതുകൊണ്ട് കൂടിയാകാം ആ കൊലപാതകത്തിൽ നിന്ന് വിട്ടുമാറിയത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഓട്ടോറിക്ഷയിൽ ഈ ഒരു അനിയന്റെ മരണത്തിന് ശേഷം ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ സെല്ലിൽ കഴിയുന്ന അഫ്വാനെ ഇന്ന് ജയിലിലേക്ക് മാറ്റിയേക്കും. പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചതോടുകൂടിയാണ് ഇത്. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയ അഫ്വാനെ റിമാൻഡ് ചെയ്തിരുന്നു. മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മറ്റ് 4 കേസുകൾ തിങ്കളാഴ്ച വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തും. അതേസമയം പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ നേരത്തെ പാങ്ങോട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് ചേരുന്ന മെഡിക്കൽ ബോർഡ് യോഗം അഫ്വാന്റെ ഡിസ്ചാർജ് തീരുമാനിക്കും. ഡിസ്ചാർജ് ചെയ്താൽ തൊട്ടടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള പാങ്ങോട് പോലീസിന്റെ തീരുമാനം. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അഫ്വാന്റെ മാതാവ് ഷെമിയുടെ മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. നേരത്തെ മജിസ്ട്രേറ്റ് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. സാമ്പത്തിക ഇടപെടലുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടാൻ പിതാവായ അബ്ദുൾ റഹീമിന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും.